എവ്രിവൺ വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. നമ്മുടെ ആനുവൽ എക്സാം ഇങ്ങ് എത്തിയല്ലേ. സോ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കുറച്ച് നേരെയുള്ള സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ മിസ് സമയം കളയുന്നില്ല, നമ്മുടെ ക്വസ്റ്റനിലേക്ക് കിടക്കാം. ഈ ഒരു ആക്ടിവിറ്റി തോട്ട്സ് ആണ്. സോ ഈ തോട്ട്സ് പോലെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പാറു ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് ഇമാജിൻ ഹെർ മദേഴ്സ് കംഫോർട്ടിംഗ് പ്രസൻസ് ബിസൈഡ് ഹെർ. നമ്മുടെ റൂറൽ വൈബ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ ഒരു ചാപ്റ്ററിലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പാറു എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ചാപ്റ്ററിലെയാണെന്ന്. മനസ്സിലായവർ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏത് ചാപ്റ്റർ ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ പാറു ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് ഇമാജിൻ ഹെർ മദേഴ്സ് കംഫോർട്ടിംഗ് പ്രസൻസ് ബിസൈഡ് ഹെർ. പാറു ജസ്റ്റ് കണ്ണടച്ചിട്ട് അമ്മയുടെ ആ ഒരു സാമീപ്യം അവളുടെ അടുത്ത് ഇമാജിൻ ചെയ്യുകയാണ്. അല്ലെ, അമ്മ അടുത്തുണ്ടെന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ബിക്കോസ് പാറുവിൻ്റെ അമ്മ മരിച്ചുപോയി. സ്റ്റോറി അറിയുന്നവർക്കറിയില്ല, നമ്മുടെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. പാറുവിൻ്റെ അമ്മ അവൾ കുട്ടിയായിരിക്കുമ്പോഴേ മരിച്ചുപോയതാണ്. സോ അമ്മയുടെ ആ ഒരു പ്രസൻസ് ആ കുട്ടി എന്ത് ചെയ്യാണ്, ഇമാജിൻ ചെയ്യാണ്. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ഫീലിംഗ് ആസ് ഇഫ് ഷീ വെർ എ ചൈൽഡ് വൺസ് മോർ, റെസ്റ്റിംഗ് ഇൻ ഹെർ മദേഴ്സ് ലാപ്പ്, റീകോളിംഗ് ദ ചെറിഷ്ഡ് മൂമെന്റ്സ് ദേ ഹാഡ് സ്പെൻഡ് ടുഗെദർ. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന വരികളാണിത് അല്ലേ. പാറു ഇതിന് ഏറ്റവും അവസാനം നേച്ചർ മദർ ആണെന്ന് സങ്കല്പിച്ചിട്ട് ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ഗ്രൗണ്ടിൽ കിടക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ്, ആ ഒരു പ്രകൃതിയുടെ മാറിൽ കിടക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുകയാണ് എന്ന് ഇമാജിൻ ചെയ്തിട്ടാണ്. റീകോളിംഗ് ദ ചെറിഷ്ഡ് മൊമെന്റ്സ് ദേ ഹാഡ് സ്പെൻഡ് ടുഗെദർ. അമ്മയും ആ കുട്ടിയുമായിട്ട് സ്പെൻഡ് ചെയ്ത ചിലവഴിച്ച സമയങ്ങളെ പറ്റിയിട്ട് റീകോൾ ചെയ്ത് അതൊന്നും കൂടെ ഓർത്തെടുത്തുകൊണ്ട് പ്രകൃതിയുടെ മാറിൽ ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്, അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ. ആ സമയത്തുള്ള ഈ കുട്ടിയുടെ തോട്ട്സ് ആണ്, റൈറ്റ്, ദ തോട്ട്സ് ഓഫ് പാറു. ആ സമയത്തുള്ള ആ കുട്ടിയുടെ ചിന്തകൾ എഴുതാനാണ് മക്കളെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, തോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിവീൽ ദ ക്യാരക്ടേഴ്സ് ട്രൂ ഫീലിങ്സ്. ആ സിറ്റുവേഷനിൽ നിങ്ങളാണെന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ ആ സമയത്ത് നിങ്ങൾക്ക് വന്നിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫീലിങ്സ് എന്താണ്, ഓക്കെ, ആ സിറ്റുവേഷനിലുള്ള ഫീലിങ്സ് എന്താണ്. അമ്മ മരിച്ച കുട്ടി അമ്മയെ പറ്റിയിട്ട് ഓർത്തെടുക്കുകയാണ്, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുകയാണ് അമ്മയെ അല്ലെ. ആ ഒരു ഫീലിങ്സ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എന്താ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് അറിയാം, ആ കുട്ടിയുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ ആ കുട്ടി എനിക്ക്, ഞാൻ, അല്ലെ എൻ്റെ അമ്മ, സോ ഐ മീ പോലെയുള്ള വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് അറിയണം. മിസ് ചോദിച്ചു ഏത് ചാപ്റ്റർ ആണെന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഏത് ചാപ്റ്ററാണ് ഏത് ക്യാരക്ടറാണെന്ന് അറിഞ്ഞാലാണ് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്യാരക്ടറിനെ നന്നായിട്ട് അറിയണം. ഇനി സ്റ്റോറിയിലെ ഇവൻറ്റ്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സ്റ്റോറി അറിയാവുന്ന ടീച്ചറിനെ മനസ്സിലാവണ്ടേ. അപ്പോൾ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഇവൻറ്റ്സ്, ആ ഒരു സിറ്റുവേഷൻ വേണം നമ്മൾ എഴുതാൻ തോട്ട്സ് ചോദിക്കുമ്പോൾ. സോ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, തോട്ട്സ് ആണ്. സോ ആ കുട്ടിയുടെ ഫീലിങ്സ് ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഓ ഗോഡ്, ഐ ഫീൽ സോ റിലാക്സ് നൗ. ആ കുട്ടി ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രൗണ്ടിൽ കിടക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ട് റിലാക്സേഷൻ തോന്നുന്നുണ്ട് അല്ലേ, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് സ്ലീപ്പിംഗ് ഓൺ മൈ മദേഴ്സ് ലാപ്പ്. എന്താ തോന്നുന്നത്, അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. മൈ മദർ ആൻഡ് ഫാദർ ഓൾവേസ് യൂസ് ടു സീ നേച്ചർ ഈസ് അവർ മദർ. അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട് നേച്ചറാണ് മദർ, പ്രകൃതിയാണ് അമ്മ എന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ടായിരുന്നു. നൗ ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് മൈ മദർ വിത്ത് മീ. ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ പ്രസൻസ് എൻ്റെ അടുത്ത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദിസ് നേച്ചർ. ഈ പ്രകൃതി എത്ര മനോഹരമാണ് അല്ലേ. ഐ എം ഷുവർ മൈ മദർ ഈസ് സംവെയർ ക്ലോസ് ടു മീ. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ എവിടെയോ എൻ്റെ അടുത്ത്, എന്നോട് ഈ ഒരു പ്രകൃതിയിൽ എന്നോട് ക്ലോസ് ആയിട്ട് എവിടെയോ ഉണ്ട്. ചാപ്റ്റർ അറിയുന്നവർക്കറിയാം അല്ലേ, ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയതാണ്. സോ ആ ഒരു പ്രകൃതിയെ ആ കുട്ടി എന്താണ് അമ്മയായിട്ട് ഇമാജിൻ ചെയ്യുകയാണ്. എമംഗ് ദീസ് ട്രീസ് ആൻഡ് ഗ്രീനറി ഐ ക്യാൻ സെൻസ് ദ പ്രസൻസ് ഓഫ് മൈ മദർ. ഈ ചെടികൾക്കിടയിൽ, ഈ പച്ചപ്പിൻ്റെ ഇടയിൽ, ഈ പ്രകൃതിയുടെ ഇടയിൽ എവിടേക്കോ എനിക്ക് എൻ്റെ അമ്മയുടെ സാമീപ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിലെ തോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ആൻസർ ചെയ്യാം. ആൻഡ് മിസ് എപ്പോഴും പറയാറുണ്ട്, മിസ് ഒരു മോഡൽ മാത്രമാണ് തരുന്നത്. ഇത് ഇതേപോലെ കാണാതെ പഠിച്ചെഴുതണമെന്ന് മിസ് പറയില്ല. ഇത് ഈ ഒരു മോഡൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ വേണം ആൻസേഴ്സ് എഴുതാൻ. ഓക്കെ, സോ
ഈ ഒരു ക്വസ്റ്റ്യൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാം നിങ്ങളിത് ആ 5ാം ക്ലാസ്സിൻ്റെ ഏകദേശം അവസാനത്തിലെത്തിയല്ലേ. ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് 6ാം ക്ലാസ് ആണ്. സോ 5ാം ക്ലാസ്സിലുടനീളം നിങ്ങളുടെ കൂടെ നമ്മുടെ സൈലം ഉണ്ടായിരുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അതേപോലെ തന്നെ അടുത്ത വർഷം നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ തുടക്കം മുതൽ നിങ്ങളുടെ കൂടെ സൈലം ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ വജ്ര ബാച്ച് ഉള്ളത്. സോ വജ്ര ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഫ്രം ദ ബിഗിനിങ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ എജു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ നടക്കുന്നുണ്ട്. 10% ഫീസ് ഇളവിൽ 2474 റുപ്പീസിന് നിങ്ങൾക്ക് വർഷം മുഴുവൻ ബേസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ബേസ് പ്ലാൻ എടുക്കാൻ പറ്റും. ആൻഡ് ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 9995400 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ബാച്ചായിട്ട് റിലേറ്റ് ചെയ്തുള്ള നിങ്ങളുടെ അന്വേഷണങ്ങളും നിങ്ങളുടെ എൻക്വയറീസും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനോ ഒക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും എന്താ പറയുക, നിങ്ങൾക്ക് രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന മക്കളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് നമ്മുടെ ഗീവ് അവേ ആയിട്ട് സ്മാർട്ട് വാച്ചാണ് കിട്ടാൻ പോകുന്നത്. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ആനുവൽ എക്സാം മറന്നു പോകരുത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ആൻഡ് നമ്മുടെ മാരത്തോൺ മറക്കണ്ട, വൈകിട്ട് നമുക്ക് മാരത്തോൺ ലൈവ് ഉണ്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാത്തിരിക്കുകയാണ്. സോ ലൈവിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.